Okay, നമ്മുടെ buoyancy related ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണിത്. ക്വസ്റ്റ്യൻ ഇതാണ്. A stone weighs 392.4 Newton in air and 196.2 Newton in water. Compute the volume of stone and its specific gravity. അപ്പോൾ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്, പക്ഷെ നമ്മളത് കുറച്ച് കാര്യം ഇതിനകത്ത് മനസ്സിലാക്കി വെക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വെള്ളത്തിലേക്ക് വീഴുവാണെങ്കിൽ, നമ്മൾ വെള്ളത്തിൽ മുങ്ങിയാണെങ്കിൽ നമുക്ക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഉള്ള വെയിറ്റ് ആയിരിക്കില്ല വെള്ളത്തിൽ കിടക്കുന്ന വെയിറ്റ്. അതിന്റെ കാരണം ഇതാണ്, നമ്മുടെ ഈ ബോയൻ ഫോഴ്സ് എന്താണ്, നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു നമ്മുടെ വെയിറ്റിന്റെ ആക്ട് ചെയ്യുന്ന ആ ഒരു ഡയറക്ഷനെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫോഴ്സ് ലിക്വിഡ് നമ്മുടെ മേളിൽ എക്സേർട്ട് ചെയ്യും. ആ ഫോഴ്സിനാണ് നമ്മൾ ബോയൻ ഫോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ബോയൻസി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഫോഴ്സ് ഓഫ് ബോയൻസി ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു കല്ലെടുത്ത് വെള്ളത്തിലേക്ക് എറിഞ്ഞാൽ ആ കല്ലിന് എയറിലുള്ള വെയിറ്റ് ആയിരിക്കില്ല ആ വെള്ളത്തിൽ ചെല്ലുമ്പോൾ. അപ്പോൾ വെള്ളത്തിൽ ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോഴ്സ് ഓഫ് ബോയൻസി ഉള്ളതുകൊണ്ട്, ബോയൻ ഫോഴ്സ് ഉള്ളതുകൊണ്ട് ആ വെള്ളത്തിൽ ആ ഒരു സ്റ്റോണിന്റെ വെയിറ്റ് കുറവായിരിക്കും. അതുകൊണ്ടാണ് എ സ്റ്റോൺ വെയ്റ്റ്സ് 392.4 ന്യൂട്ടൺ ഇൻ എയർ ആൻഡ് 196.2 ന്യൂട്ടൺ ഇൻ വാട്ടർ. അപ്പോൾ നമുക്ക് ഗിവൺ ഡേറ്റാസ് ഒക്കെ എഴുതി വെക്കാം. വെയിറ്റ് ഇൻ എയർ 392.4 ന്യൂട്ടൺ. അടുത്തത് വെയിറ്റ് ഇൻ വാട്ടർ 196.2 ന്യൂട്ടൺ. അതാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ കണ്ടുപിടിക്കണം. നമ്മൾ പറഞ്ഞ ഫോഴ്സ് ഓഫ് ബോയൻസിക്കുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആണ്. നമ്മളിപ്പോൾ ഒരു കല്ലെടുത്ത് ആ ലിക്വിഡിനെ വെള്ളത്തിനകത്തേക്ക് ഇടുകയാണെങ്കിൽ കല്ല് താന്നു പോകും നമുക്കറിയാം. അപ്പൊ കല്ലിന്റെ വോളിയം എത്രയാണോ ആ വോളിയത്തിന് അത്രയും കപ്പാസിറ്റി ഉള്ള ആ വോളിയം, കല്ലിന്റെ വോളിയത്തിന് അത്ര തന്നെ വോളിയം ഓഫ് ലിക്വിഡ് അല്ലെങ്കിൽ വോളിയം ഓഫ് വാട്ടറിന്റെ വെയിറ്റ് എടുക്കണമെങ്കിൽ അതാണ് നമ്മുടെ ഫോഴ്സ് ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എഴുതുമ്പോൾ വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ ഇസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത്. വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ ഇസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. ഇതേപോലുള്ള പ്രോബ്ലത്തിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട റിലേഷൻ ആണിത്, ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണിത്. അപ്പോൾ വെയിറ്റ് ഇൻ എയർ എന്ന് പറഞ്ഞാൽ നമുക്ക് 392.4 മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ എന്ന് പറഞ്ഞാൽ 196.2 is equal to weight of water displaced. ഈ വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്തിന്റെയും നമുക്ക് വെയിറ്റിനെ നമ്മൾ പറയുന്നത് റോ ജി ഇൻറ്റു വോളിയം എന്നാണ്. അപ്പോൾ വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ റോ ജി ഇൻറ്റു വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ 392.4 മൈനസ് 196.2 എന്ന് പറഞ്ഞാൽ 196.2 തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു റോ ജി. ഈ റോ ജി എന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ ആണ്. അപ്പോൾ റോ എന്ന് പറഞ്ഞാൽ 1000 ഇൻറ്റു ജി 9.81 ഇൻറ്റു വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഇസ് ഈക്വൽ ടു 196.2 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 9.81. ഇതാണ് നമുക്ക് അവിടെ ആ കേസ് വരിക. അപ്പോൾ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്ന് പറയുമ്പോൾ നമുക്കത് 1/50, ഇതിന്റെ ആൻസർ 1/50 മീറ്റർ ക്യൂബ് കിട്ടും. അപ്പോൾ ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ കല്ലെടുത്ത് ആ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ അത് മൊത്തം എന്തായി, നമ്മുടെ വാട്ടറിനകത്തേക്ക്, വാട്ടറിനടിയിലേക്ക് സബ്മർജ് ചെയ്ത് പോകും. അപ്പോൾ ഫുള്ളി സബ്മർജ്ഡ് കേസാണെങ്കിൽ നമുക്ക് വെയിറ്റ് ഓഫ് വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും? ആ സ്റ്റോണിന്റെ വോളിയം തന്നെ ആയിരിക്കും. കാര്യം സ്റ്റോൺ ഫുള്ളായിട്ട് വെള്ളത്തിനടിയിലേക്ക് പോയി. അങ്ങനെ വരുമ്പോൾ നമുക്ക് വെയിറ്റ് ഓഫ് വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമ്മുടെ വോളിയം ഓഫ് സ്റ്റോൺ തന്നെയാണ്. വോളിയം ഓഫ് സ്റ്റോണും വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡും സെയിം ആണ് ഈ കേസിൽ. കാര്യം ആ സ്റ്റോൺ എവിടേക്ക് താഴ്ന്നു പോയി? ആ വെള്ളത്തിനടിയിലേക്ക് പോയപ്പോൾ ഫുള്ളി സബ്മർജ്ഡ് ആയി. നമ്മുടെ ആ ഒരു ഫ്ലോട്ടിംഗ് കേസിനൊക്കെയാണ് നമ്മൾ എന്താണ് വോളിയം ഓഫ് ആ രണ്ടും ഡിഫറൻറ്റ് വരുന്നത്. ഓക്കെ, നമുക്ക് അപ്പോൾ ഒന്നാമത് കമ്പ്യൂട്ട് ദ വോളിയം ഓഫ് സ്റ്റോൺ. അപ്പോൾ നമുക്ക് വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് തന്നെയാണ് ഇത് വോളിയം ഓഫ് സ്റ്റോൺ. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. രണ്ടാമത്തെ സ്പെസിഫിക് ഗ്രാവിറ്റി എസ് കണ്ടുപിടിക്കണം എത്രയാണ്. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് മാസ് വേണം. മാസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഡെൻസിറ്റി ഓഫ് ഈ ഒരു നമ്മുടെ സ്റ്റോൺ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ചെയ്യണമെങ്കിൽ നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ ഇത് നമുക്ക് വെയിറ്റ് കിട്ടണം. നമുക്ക് വെയിറ്റ് അല്ല, മാസ് ഇൻ എയർ എന്ന് പറയുന്നത് weight
in air, weight of stone in air divided by acceleration due to gravity ആണ്. അതെന്താണ് നമുക്ക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ W is equal to mg ആണ്. അപ്പോൾ വെയിറ്റ് ഇൻ എയർ is equal to മാസ് ഇൻ എയർ ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതിൽ നമുക്ക് വേണ്ടതെന്നാണ് മാസ് ഇൻ എയർ ആണ്. അപ്പോൾ മാസ് ഇൻ എയർ എടുക്കുമ്പോൾ വെയിറ്റ് ഇൻ എയർ ഡിവൈഡ് ബൈ ജി വരും. വെയിറ്റ് ഇൻ എയർ നമുക്ക് ഇവിടെയാണ് 392.4 ന്യൂട്ടൺ ആണ് ഡിവൈഡ് ബൈ 9.81. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 40 കിലോഗ്രാം ആണ് നമ്മുടെ ആൻസർ വരിക. മാസ് ഇൻ എയർ നമുക്ക് 40 കിലോഗ്രാം ആണ് വരിക. അടുത്തത് എന്താണ് നമുക്ക് വേണ്ടത്? മാസ് കിട്ടി, അതിനകത്ത് ഡെൻസിറ്റി ഓഫ് സ്റ്റോൺ. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് മാസ് ബൈ വോളിയം ആണ്. ഇവിടെ നമുക്ക് മാസ് കിട്ടിയ എത്രയാണ്? 40 ആണ്. ഡിവൈഡ് ബൈ വോളിയം നമുക്ക് കിട്ടി, വോളിയം ഓഫ് സ്റ്റോൺ എത്രയാണ്? 1/50 ആണ്. 1/50 ആണ്. അപ്പോൾ നമുക്ക് ഇത് 50 നേരം മുകളിൽ വരും. 40 × 50 എന്ന് വരും. ദാറ്റ് ഈസ് 2000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അതാണ് നമ്മുടെ ഡെൻസിറ്റി ഓഫ് സ്റ്റോൺ. ഇനി നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് സ്റ്റോൺ divided by density of standard liquid, that is water. എന്താ പറയുക? നമുക്ക് 2000 divided by water density 1000, that is നമുക്ക് കിട്ടുന്നത് 2 ആണ്. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സ്റ്റോൺ ഇസ് ഈക്വൽ ടു 2 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതേപോലത്തെ സെൻറ്റർ ഓഫ് ബോയൻസി അതുപോലെ ഫോഴ്സ് ഓഫ് ബോയൻസിയുടെ പ്രോബ്ലംസ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്.